ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. പുട്ടിന് കടല ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടുണ്ടായിരുന്നു, കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ആയപ്പോൾ ഞാൻ കടലക്കറി വെച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ കണ്ടൊരു സംഭവമാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചട്ടി എടുക്കുക കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് സവാള അരിഞ്ഞതും ചില്ലി ഫ്ലേക്സും ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റി നന്നായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടുപൊടി ഇല്ലേ, അതിലേക്ക് തേങ്ങയും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ നമ്മൾ ആ സംഭവം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ പോലെ പുട്ടുണ്ടാക്കണ പോലെ ആവി കയറ്റി കഴിച്ച് കഴിഞ്ഞാൽ പുട്ട് റെഡി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സംഭവം കറി ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നൈക്ക് കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നു. അവളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ കടല വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്, കടലക്കറി. അപ്പോൾ ഞാൻ കടലയും പൊട്ടറ്റയും കൂടി ഒരു മെഴുക്ക് വരട്ട് പോലെ വെച്ചു കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ നൈഹുവിനെ വിളിക്കാൻ പോയി. ഭയങ്കര മഴയാണ് കേട്ടോ, ഭയങ്കര തണുപ്പുമാണ്. തണുപ്പ് അടുത്ത മാസം തൊട്ട് ഇവിടെ നല്ല തണുപ്പാണെന്ന് പറയണ കേട്ടു. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല, ചൂടാണ് ഇതിനും ഭേദം. പിന്നെ ഞാൻ ചാറ് കറി എന്തെങ്കിലും വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ചെറുപയർ വെച്ചു കേട്ടോ. ചെറുപയർ ചാറ് വെച്ചു, പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. പിന്നെ നൈഹുവിന് നാളെ ഒരാഴ്ച കഴിഞ്ഞ് നാളെ തൊട്ട് സ്കൂളിൽ പോകണം. അപ്പോൾ അവൾക്ക് കുറേ ഹോളിഡേ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ തലേ ദിവസമാണ് ഇന്ന് ചെയ്തത് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റുള്ള അഞ്ചു സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ചിത്രം വരയ്ക്കാൻ നന്നായിട്ട് അറിയാം. അവൾ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ